രഞ്ജുവാണ്. വെൽക്കം ടു ടൂസൺ ബോർഡ്. ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പാസ്പോർട്ട് ആപ്ലിക്കേഷനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനായിട്ട് പാസ്പോർട്ട് നിർബന്ധമാണ്. ഇന്ന് ജനിക്കുന്ന കുഞ്ഞിനാണെങ്കിൽ പോലും പാസ്പോർട്ട് ഇല്ലാതെ വിദേശത്തേക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ, നേപ്പാളും ഭൂട്ടാനും. ഈ നേപ്പാളും ഭൂട്ടാനും വെച്ച് ബാക്കി എവിടേക്ക് ട്രാവൽ ചെയ്യുന്നതിനും പാസ്പോർട്ട് നിർബന്ധമാണ്. ഈ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ്റെ ഒരു അപ്ഡേറ്റ്, പാസ്പോർട്ട് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ജാനുവരി 26, 1989 അന്നോ അതിനുശേഷമോ ജനിച്ച എല്ലാവരും ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ച് മാത്രമേ നമുക്ക് പാസ്പോർട്ട് എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ അതിനാണ് ഇപ്പോൾ ഒരു ചേഞ്ചസ് വന്നിരിക്കുന്നത്. ഒക്ടോബർ 1, 2023, വീണ്ടും പറയാം, ഒക്ടോബർ 1, 2023 അന്നോ അതിനുശേഷമോ ജനിച്ചവർ ഇനിയും ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അതിന് മുമ്പോട്ടുള്ളവർ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതില്ല, നിർബന്ധമില്ല. വേണമെങ്കിൽ സമർപ്പിക്കാം, അത് നിർബന്ധമില്ല. അതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് കൊടുത്താൽ മതി. ആ ഡോക്യുമെന്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ബർത്ത് ഡേറ്റ് പാസ്പോർട്ടിൽ അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് അവർ കൺസിഡർ ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ന്യൂസാണ്. അപ്പോൾ അതിന് മുമ്പോട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ ഇനി പാസ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ഡോക്യുമെന്റ് ഒന്നും കരുതി പോകേണ്ട. സിമ്പിളായിട്ട് നിങ്ങളുടെ കൈവശം ഉള്ള ഡോക്യുമെന്റ് കൊടുത്ത് പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷേ 2023, അതായത് ഈ അടുത്ത് ജനിച്ച കുട്ടികൾ മാത്രം ബർത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക പാസ്പോർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ അപ്ഡേറ്റ് ആണ്. അതേപോലെ പാസ്പോർട്ട് എന്ന് മുതൽ റീഇഷ്യൂ, അതായത് റിന്യൂ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പാസ്പോർട്ട് എക്സ്പയർ ആവുന്നതിൻ്റെ ബാക്കിലോട്ട് 3 വർഷം മുമ്പ് വരെ നമുക്ക് റിന്യൂവൽ ചെയ്യാവുന്നതാണ്. അതായത് ഇനിയും 3 വർഷം ഉണ്ട് നമുക്ക് റിന്യൂ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മുതൽ റിന്യൂവലിന് കൊടുക്കാം. അതേപോലെ എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ 1 വർഷത്തിനകത്തും നമുക്ക് റിന്യൂവലിന് കൊടുക്കാം. നമുക്കറിയാം, വിദേശത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ മിനിമം 6 months വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടായിട്ടേ പോകാൻ പറ്റുള്ളൂ. അത് ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അന്ന് മുതലാണ് നിങ്ങൾ നോക്കേണ്ടത്. ട്രാവൽ ചെയ്യുന്നതിൻ്റെ അന്ന് മുതൽ 6 months വാലിഡിറ്റി നിർബന്ധമായിട്ട് പാസ്പോർട്ടിന് വേണം. അപ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട് എക്സ്പയർ ആവാൻ അടുത്ത ഡേറ്റിലേക്ക് ഉള്ളവരാണെങ്കിൽ 3 വർഷത്തിനകത്താണെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ റിന്യൂവലിന് കൊടുക്കാം. അപ്പോൾ അങ്ങനെ റിന്യൂ ഒക്കെ ചെയ്ത പാസ്പോർട്ടായിട്ട് നമുക്ക് പുതിയ വിസയ്ക്കും ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യം. ഓക്കെ, താങ്ക് യു, ബൈ.